സന്യാസിമാർ രുദ്രാക്ഷത്തിൻ്റെ ഗുണം നമ്മളെ കാണിച്ചു തരികയാണ്. കണ്ടോളൂ. ഏതൊക്കെ മൂലകങ്ങളായിരിക്കും ഈ പാഞ്ചിയിലയും രുദ്രാക്ഷവും അന്തരീക്ഷത്തിലേക്ക് തരുന്നത് നമുക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായിരിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റ് പോലെയാണ്. രുദ്രാക്ഷമൊക്കെ നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. കാണ്ടമരം നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ കുട്ടികളുടെയൊക്കെ ശരീരത്തിലേക്ക് ഇത് പ്രവേശിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള ജലവും ഈ വാതകങ്ങൾ ഈ ചെടി പുറത്തു വിടുന്ന വാതകങ്ങളും രുദ്രാക്ഷത്തിൻ്റെ കായവുമൊക്കെ ഒരുപോലെ ആയിരിക്കണം ചിലപ്പോൾ പ്രവർത്തിക്കുന്നത്. പേസ് മേക്കറെ പോലെ മാഗ്നറ്റിക് എഫക്റ്റാണുള്ളത് രുദ്രാക്ഷത്തിനൊക്കെ. രുദ്രാക്ഷം നമ്മൾ കോയിൻ വെച്ച് ടെസ്റ്റ് ചെയ്താൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, ആ രുദ്രാക്ഷത്തിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ്. അതുപോലെ എന്തെങ്കിലും ഈ പാഞ്ചിമരത്തിന് എന്തെങ്കിലും ശക്തി ഉണ്ടാകാമോ? കാണാമായിരിക്കണമല്ലോ. ഹൃദയത്തിനെ ഉത്തേജിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പേസ് മേക്കറെയൊക്കെ പോലെ ഇത് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പേസ് മേക്കർ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്റ്റാണ് രുദ്രാക്ഷത്തിനും ഈ പാഞ്ചിക്കുമൊക്കെ ഉള്ളതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇതൊക്കെ എന്താണ് ഇതിൻ്റെ പുറകിലുള്ളതെന്ന്. ഇപ്പോൾ ശാസ്ത്രമൊക്കെ വരട്ടെ. പാഞ്ചി അല്ലെങ്കിൽ പാണൽ മരത്തിനെ നമുക്കൊന്ന് കാണാം. ഒരു കൊച്ചു മരമാണ്, വലിയ മരമൊന്നുമില്ല. ഇതിൻ്റെ ഇലകളിൽ നിന്നും പുറത്തു വരുന്ന ഉച്ച സമയത്ത് പകൽ സമയത്ത് ഇതിൽ നിന്നും പുറത്തു വരുന്ന വാതകം ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് അല്ലാതെ വേറെ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? മനുഷ്യരാശിക്ക് ആവശ്യമായിട്ടുള്ള, മനുഷ്യൻ്റെ ശ്വസനത്തിനാവശ്യമായിട്ടുള്ളത്, അത് കീടങ്ങളെയൊക്കെ രോഗാണുക്കളെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും വാതകം ഇത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പുറത്തു വിടുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കാം പണ്ട് കുട്ടികൾക്കിതൊക്കെ ഉപയോഗിച്ചത്? രോഗം വന്നപ്പോൾ രോഗവിമുക്തിയും ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരുന്ന വാതകങ്ങളെ നമ്മളൊന്ന് റിസർച്ച് ചെയ്യണം. ഏതൊക്കെ രോഗങ്ങൾക്ക്? കണ്ട, പാഞ്ചിയില അല്ലെങ്കിൽ പാണൽ ഇത് നമുക്ക് നോക്കാം. പാണലിൻ്റെ പൂവ്, പാണലാണിത്. ഇലയൊക്കെ പാഞ്ചിയില. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം കാണുമായിരിക്കും അല്ലേ?